ഇത് മധുരക്കിഴങ്ങ് കൃഷിയുടെ കാലം. വെള്ളക്കെട്ടില്ലാത്ത സാമാന്യം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് കൃഷി ചെയ്താൽ വെറും 3.5-4 മാസം കൊണ്ട് ഭേദപ്പെട്ട വിളവ് കിട്ടുമെന്നത് മധുരക്കിഴങ്ങ് കൃഷിയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നു. ഭക്ഷ്യയോഗ്യമായ നാര് വേണ്ടുവോളമുള്ളതിനാൽ ഇത് ഉത്തമ ഭക്ഷണമാണ്. കൂടാതെ ജീവകം എ, ജീവകം B6, ബീറ്റാ കരോട്ടിൻ എന്നിവയുടെ സാന്നിധ്യം ഹൃദയാരോഗ്യം ഉൾപ്പെടെയുള്ളതിന് നല്ലതാണ്. ഇങ്ങനെ വളർത്താം. സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് 20 മുതൽ 30 സെന്റിമീറ്റർ നീളമുള്ള 4-5 മുട്ടുകളുള്ള നല്ല കരുത്തുള്ള വള്ളിക്കഷ്ണങ്ങൾ നട്ടാണ് കൃഷി തുടങ്ങേണ്ടത്. വള്ളികളുടെ തലപ്പും നടുഭാഗവും നടാനെടുക്കാം. കിളച്ചൊരുക്കിയ കൃഷിയിടത്തിൽ തടമെടുത്തോ കൂന കൂട്ടിയോ നടാം. അടിവളം ചേർക്കണം. കൂനകൾ 75 സെന്റിമീറ്റർ അകലത്തിൽ എടുത്ത് ഓരോ കൂനയിലും 3 മുതൽ 6 വള്ളി വരെ നടാം. ഇങ്ങനെ നടുമ്പോൾ വള്ളികളുടെ മുറിവായ മണ്ണിനു പുറത്തേക്ക് നിൽക്കും വിധം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു അക്ഷരത്തിന്റെ ആകൃതിയിൽ നടുന്നതാണ് നല്ലത്. മധ്യഭാഗത്തെ മുട്ടുകൾ മണ്ണിൽ നന്നായി താഴ്ന്നിരിക്കുകയും വേണം. നനച്ചുകൊടുത്താൽ നട്ട വള്ളികൾക്ക് വേഗം വേരുപൊട്ടും. പ്രത്യേകിച്ച് ആദ്യ 2 ആഴ്ചക്കാലം. നട്ട് 2 ആഴ്ച കഴിഞ്ഞും 5 ആഴ്ച കഴിഞ്ഞും കള നീക്കി മണ്ണു കൂട്ടണം. ചെടികൾ വള്ളി നീട്ടാൻ തുടങ്ങുമ്പോൾ വള്ളികൾ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ എല്ലാ മുട്ടിൽ നിന്നും വേരുകൾ പൊട്ടാനിടയുണ്ട്. 1 സെന്റിന് 2 കിലോ കുമ്മായം ചേർക്കണം. സെന്റിന് 40 കിലോ ചാണകം അല്ലെങ്കിൽ കമ്പോസ്റ്റ് അടിവളമായും ചേർക്കാം. കൂടാതെ രാസവളമായി 1 സെന്റിന് 650 ഗ്രാം യൂറിയ, 1 കിലോ രാജ്ഫോസ്, 500 ഗ്രാം പൊട്ടാഷ് എന്നിങ്ങനെയാണ് തോത്. ഇതിൽ പകുതി യൂറിയയും മുഴുവൻ രാജ്ഫോസും പൊട്ടാഷ് വളവും അടിവളമായും ബാക്കി പകുതി യൂറിയ 5 ആഴ്ച കഴിഞ്ഞ് മണ്ണ് കൂട്ടിക്കൊടുക്കുമ്പോഴും ചേർക്കണം. ഇലകൾ മഞ്ഞളിക്കുന്നതാണ് വിളവെടുക്കാം എന്നതിന്റെ സൂചന. വിളവെടുക്കുന്നതിന് 2 ദിവസം മുൻപ് നനച്ചാൽ കിഴങ്ങുകൾ അനായാസം പൊട്ടാതെ ഇളക്കിയെടുക്കാം. ഇനപ്പെരുമ. തിരുവനന്തപുരം ശ്രീകാര്യത്തു പ്രവർത്തിക്കുന്ന കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം CTCRI വിളപ്പൊലിമയുള്ള മികച്ച മധുരക്കിഴങ്ങിനങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. ശ്രീനന്ദിനി, ശ്രീവർദ്ധിനി, ശ്രീവരുൺ, ശ്രീ അരുൺ, ശ്രീരത്ന, ശ്രീകനക എന്നിവ കൂടാതെ 2 നവാഗതരുമുണ്ട്, ഭൂകൃഷ്ണയും ഭൂസോനയും. ഇതിൽ ഭൂകൃഷ്ണയുടെ 100 ഗ്രാം കിഴങ്ങിൽ 90 മില്ലിഗ്രാം ആന്തോസയാനിൻ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കിഴങ്ങിന് വയലറ്റ് നിറം കിട്ടാൻ കാരണം. ഭൂസോനയാകട്ടെ ബീറ്റാ കരോട്ടിനാൽ സമൃദ്ധവുമാണ്. നല്ല മധുരക്കിഴങ്ങ് വള്ളികളുടെ ലഭ്യത അറിയാൻ 0471 25 98 551 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജാഗ്രത. കരുതൽ വേണ്ടത് കിഴങ്ങുകൾ തുളച്ച് നശിപ്പിക്കാൻ എത്തുന്ന ചെള്ളുകളുടെ വരവിലാണ്. കമ്മ്യൂണിസ്റ്റ് പച്ച കൊണ്ട് തടത്തിൽ പുതയിടുന്നത് നല്ലതാണ്. ഫിഷ് അമിനോ ആസിഡ് തളിക്കുന്നത് ഗുണം ചെയ്യും. കൃഷി തുടങ്ങുന്നതിനു മുൻപ് മധുരക്കിഴങ്ങിന്റെ കഷണങ്ങൾ ചെറുതായി 100 ഗ്രാം ഉള്ളവയായി മുറിച്ച് 5 മീറ്റർ അകലത്തിൽ വെച്ചാൽ അതുതന്നെ കെണികളായി മാറും. ഒരിടത്തു തന്നെ തുടരെ കൃഷി ചെയ്യാതിരിക്കുക. മൂക്കുമ്പോൾ വൈകാതെ വിളവെടുക്കുക. വിളവെടുപ്പ് കഴിഞ്ഞ കൃഷിയിടം 48 മണിക്കൂർ വെള്ളം കെട്ടി നിർത്തുക തുടങ്ങിയവ ചെള്ളിന്റെ ഉപദ്രവം പരിമിതപ്പെടുത്തും. ഇവയ്ക്കു പുറമെ കൃത്രിമ ഫെറോമോൺ ഉപയോഗിച്ചും ചെള്ളുകളെ നശിപ്പിക്കാം. ഓരോ 100 ചതുരശ്ര മീറ്ററിനും 1 കെണി എന്നതാണ് തോത്. ആൺപ്രാണികളാണ് ഇവിടെ ആകൃഷ്ടരായി ഫെറോമോണിൽ വീഴുന്നത്. ഇവയെ പിന്നീട് കൂട്ടത്തോടെ നശിപ്പിക്കാം. പുഴുങ്ങിയുള്ള പതിവ് ഉപയോഗത്തിനു പുറമെ ഒട്ടേറെ ഉൽപ്പന്നങ്ങളും ഇന്ന് ഇതിൽ നിന്ന് തയ്യാറാക്കുന്നു. ചിപ്സ്, കാൻഡി, നൂഡിൽസ് എന്നീ ഭക്ഷ്യവസ്തുക്കളും മധുരക്കിഴങ്ങ് പൊടി, കാലിത്തീറ്റ, പ്രകൃതിദത്ത ചായം, ആൽക്കഹോൾ തുടങ്ങിയ വ്യാവസായിക ഉൽപ്പന്നങ്ങളും ഏറെയുണ്ട്. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ. താങ്ക്